ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഇപ്പോൾ ഈ SFIക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്ക് സമാനമായൊരു സംഭവം മട്ടന്നൂർ കോളേജിൽ നടന്നിട്ടുണ്ട്. KSUവിൻ്റെ പിന്നെ ജില്ലാ നേതാവാണ് മട്ടന്നൂർ കോളേജിലെ പ്രിൻസിപ്പലിനെ നാണം കെട്ടതെന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തെ എടാ എന്നൊക്കെ വിളിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആ വീഡിയോയിൽ നിന്ന് കേട്ടപ്പോൾ മനസ്സിലാകുന്നത്. നീ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പ്രശ്നം. അതായത് ഒരു വലിയ ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ജനവികാരം എന്ന് പറയുന്നത് ഭരിക്കുന്ന സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിക്കും എതിരായിട്ട് നിൽക്കുന്നു. ആ ഘട്ടത്തിലാണ് SFIയുടെ ഒരു നേതാവിൻ്റെ ഈ കൊലവിളി പ്രസംഗം പുറത്തേക്ക് വരുന്നത്. KSUവിൻ്റെ വിമർശനം, ഇതേ പ്രവൃത്തി KSU നേതാക്കൾ ചെയ്യുമ്പോൾ ഗൗരവത്തിൽ കാണാത്ത തൽക്കാലം ഒരു ഭരണത്തിലും അധികാരത്തിലും ഒന്നുമില്ല എന്നുള്ളതും കൊണ്ടുകൂടിയാണ്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ചുകൂടി ശ്രദ്ധ ഈ കാര്യത്തിൽ SFI ആണ് പുലർത്തേണ്ടത്. ഇപ്പം നമ്മൾക്ക് അറിയാമല്ലോ, ഈ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അവസാനം ഉണ്ടായിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്നത് ധീരജാണ്. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന ധീരജ് 2022 കൊല്ലപ്പെടുന്നു. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് ആണ്. നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവാണ് ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. കോൺഗ്രസിനാണ് അതിൻ്റെ പഴിയുള്ളത്. നമ്മൾ ഏറ്റവും അവസാനം സംസ്ഥാനം മുഴുവൻ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്ത മറ്റൊരു വിദ്യാർത്ഥി പിന്നെ രക്തസാക്ഷിയാണല്ലോ അഭിമന്യു, അല്ലേ? അപ്പം പിന്നെ അഭിമന്യുവിൻ്റെ അമ്മയുടെ കരച്ചിലൊക്കെ അന്ന് നമ്മൾ പിന്നെ കേട്ട് വളരെ വിഷമിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അവസാന രക്തസാക്ഷികൾ എന്ന് പറയുന്നത് SFI പ്രവർത്തകരാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യം ശരിയുമാണ്, പിണറായി വിജയൻ പറഞ്ഞ കാര്യം ശരിയാണ്. 1971 മുതൽ ഇങ്ങോട്ട് എടുത്താൽ 35ഓളം രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് SFIയിൽ. അത് MG കോളേജിലെ പിന്നെ ദേവപാലൻ മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും ഒടുവിൽ ധീരജ് വരെയുള്ള രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. SFI വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സ്മൃതി, വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇപ്പം SFI സമരങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ കരിക്കുലത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഈ സാഫ്രനൈസേഷൻ എന്ന് പറയുന്നത്, കാവ്യവൽക്കരണം, ഈ പുസ്തകങ്ങളുടെ കാവ്യവൽക്കരണത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായ സമരങ്ങൾ നടത്തുന്നത്, ആ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തുന്നത് SFI എന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്തും ഏറ്റവും മുൻനിരയിൽ നിന്ന് സമരം ചെയ്യുന്നത് SFI ആണ്. അത് KSU അല്ല. ഈ കാവ്യവൽക്കരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഉന്നയിക്കുന്നതും KSU അല്ല. KSU അത് പറയുന്നുണ്ടാവും, പക്ഷേ ആ സമരവുമായി മുന്നോട്ട് പോകുന്നത് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. നീറ്റ് വിഷയത്തിൽ ഏറ്റവും ശക്തമായി ദേശീയ വിദ്യാഭ്യാസം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത് SFI എന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ SFIയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു സംഭവം എടുത്തു വെച്ചുകൊണ്ട് SFI മൊത്തം ക്രിമിനലുകളുടെ ഒരു കൂട്ടായ്മയാണെന്നും എനിക്കൊരു അഭിപ്രായമില്ല. ക്രിമിനലുകളെ വാർത്തെടുക്കുന്ന ഒരു സംഘടനയാണ് എന്നായിരുന്നു VD സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ, അല്ലെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗുണ്ടകളെ വിജയിച്ചെടുക്കുന്നൊരു പ്രസ്ഥാനമാണ് അത് എന്ന് പറഞ്ഞിരുന്നു. അതിനോടൊന്നും ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല. സതീശനെ പോലെ ഒരാൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന ആളാണ്. SFIയുടെ ഒരു കോൺട്രിബ്യൂഷൻ മനസ്സിലാകുന്ന ആളാണ്. നമ്മളിന്നിപ്പം ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉന്നയിക്കുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ KSU ഇപ്പം നമ്മളിപ്പോൾ പ്രതിപക്ഷത്താണല്ലോ കഴിഞ്ഞ 7 വർഷമായിട്ട് KSU കേരളത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സമരം പറ. ഏതെങ്കിലും അടുത്ത കാലത്ത് നമ്മൾ എപ്പോഴും ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളാണ് ഒരു സംസ്ഥാനത്ത് അതിൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും ഊർജ്ജസ്വലമാക്കുന്നത്, സജീവമാക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം ഇടയ്ക്കൊക്കെ ഇപ്പോൾ ഈ പറയുന്ന കണക്ക് ജലപീരങ്കി പ്രയോഗവും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കുള്ള മാർച്ചുമൊക്കെ ഉണ്ട്. എങ്കിലും യുവജനങ്ങളുടെ വിഷയം എടുത്തുകൊണ്ട്, വിദ്യാർത്ഥികളുടെ വിഷയം എടുത്തുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എന്ത് പ്രക്ഷോഭമാണ് കേരളത്തിൽ നിന്ന് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലും ഞാൻ SFI ന്യായീകരിച്ചുകൊണ്ടല്ല ഈ പറയുന്നത്. വെച്ചാൽ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി തന്നെ കാണണം. സാഫ്രനൈസേഷൻ ഒരു വലിയ പ്രശ്നമാണ്, കാവ്യവൽക്കരണം ഒരു വലിയ പ്രശ്നമാണ്. അത് ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം SFI ആണെന്നേ. ആ അർത്ഥത്തിലൊക്കെ SFIയുടെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. ഈ ഒരു സംഭവം അവർക്കൊരു കറുത്ത പൊട്ടായി മാറിയിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ രാഷ്ട്രീയ നേതാക്കൾക്ക്, ആ പാർട്ടി നേതാക്കൾക്ക് ചോദിച്ചോട്ടെ, ഈ +1 സീറ്റ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ MSFും KSUവും അല്ലേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വന്നത്? അവസാന ലാപ്പിലാണ് ഓടിക്കയറുകയായിരുന്നു. അതായത് വിഷയം തങ്ങൾക്ക് തന്നെ, തങ്ങളുടെ സർക്കാരിന് തന്നെ ഒരു പ്രശ്നമായി മാറിയെന്ന് കണ്ട ഘട്ടത്തിലാണ് SFI അതിലേക്ക് ക്രാഷ് ലാൻഡിംഗ് ആണ്, ഇല്ലേ മാഡം? ക്രാഷ് ലാൻഡിംഗ് ആണ് SFI ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഏറ്റെടുക്കേണ്ടത് SFI ആയിരുന്നല്ലോ. അങ്ങ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പഠിക്കുക, പോരാടുക, സീറ്റില്ല, മലബാറിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഉണ്ണി സാറേ, ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് കേരളത്തിൽ കത്തി നിൽക്കുന്ന വിഷയമാണ് +1 സീറ്റ് പ്രതിസന്ധി, മലബാറിൽ സീറ്റില്ലായ്മ, വി ശിവൻകുട്ടി അതിന് പറയുന്ന കണക്കിലെ പൊരുത്തക്കേട്. അത് ഉന്നയിച്ച 2 വിദ്യാർത്ഥി
വിദ്യാർത്ഥി സംഘടനകൾ MSF-ഉം KSU തന്നെയാണ്. നല്ലതാണ്, സംശയമില്ല. എന്ന് മാത്രമല്ല അതിന്റെ ഗുണം മലബാറിൽ പിന്നെ ആ മുന്നണിക്ക് കിട്ടിയിട്ടുമുണ്ട്. UDSF എന്ന് പറയുന്ന ഒരു മുന്നണിയായിട്ടാണ് അവർ പിന്നെ മലബാറിൽ മത്സരിക്കുന്ന വിവിധ കോളേജുകൾ മത്സരിക്കുന്നത്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ കോളേജിലാണെങ്കിലും മലബാർ ക്രിസ്ത്യൻ കോളേജിലാണെങ്കിലും അല്ലെ, വിക്ടോറിയ കോളേജിലാണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിലാണെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അപ്പോൾ SFIക്ക് അപജയം സംഭവിച്ചു ആ വിഷയം എടുക്കുന്നതിൽ? അല്ല, ഞാൻ പറയുന്നത് എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഞാൻ SFIയെ കാണുന്നില്ല. എന്നാൽ പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടന ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് എന്തിനാണ്? പഠിക്കാൻ അവസരം കിട്ടാതെ വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ അവർക്ക് ആ പഠനം ഒരുക്കി കൊടുക്കുന്നതിനായി ആവശ്യമായ കാര്യങ്ങൾ തന്റെ സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ ആ സർക്കാരിനെതിരെ സമരത്തിനിറങ്ങാൻ ആദ്യം ഇറങ്ങേണ്ടത് SFI ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞ ഈ വാദത്തെ ഞാൻ പൂർണ്ണമായും അംഗീകരിച്ചേനെ, കൈയടിച്ചേനെ. പക്ഷേ ഇതിൽ KSU-വും MSF-ഉം ഒക്കെ സമരം ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് അവസാനമാണ് ഇറങ്ങിയത്. എന്നിട്ട് ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, കുറെ കാലമായിട്ട് വെറുതെ ഇരിക്കുകയല്ലേ, ഇറങ്ങട്ടെ. അല്ല, ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടന തന്നെയാണ് SFI. ഇപ്പം മലബാറിലെ ഈ പറയുന്ന സീറ്റിൻ്റെ പ്രശ്നത്തിനകത്ത് SFI പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതവർ പരിശോധിക്കട്ടെ. അവർ പരിശോധിക്കുകയും ആ പ്രശ്നം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുത്ത് മുന്നോട്ട് വരികയും ചെയ്യട്ടെ. എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥികളുമായി കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ KSU-വും MSF-ഉം ഒരു വിഷയം ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ അവരുടെ നിശബ്ദതയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. ഇപ്പോൾ KSU-വും MSF-ഉം ഒക്കെ കേരളത്തിൽ ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നല്ലോ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട്. തുടർഭരണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എവിടെയാണ് ആ അർത്ഥത്തിൽ SFI അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥി സംഘടനയായിരുന്നിട്ട് കൂടിയും അവർ ചില സമരങ്ങൾ ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ദേശീയ വിഷയമായി ബന്ധപ്പെട്ടും SFI അത്തരം സമരങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതൊന്നും തന്നെ ഈ പറയുന്ന എന്താണ് കാര്യവട്ടം സംഭവത്തിനുള്ള ന്യായീകരണമായിട്ട് കാണണ്ട, അല്ലെങ്കിൽ കൊയിലാണ്ടി കോളേജിലെ ന്യായീകരണമായിട്ട് കാണണ്ട. അപ്പോഴും മട്ടന്നൂരിലെ കോളേജിലെ സംഭവം ഉണ്ട്. ഉടനെ തന്നെ അവരങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇവർക്ക് ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെയാണോ പറയുന്നതെന്ന് ചോദിക്കരുത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇതിനെ നമ്മൾ ഒരു ബാലൻസ്ഡ് വേയിൽ കാണണം. ഇതിപ്പോൾ വളരെ പെട്ടെന്ന് രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു ക്രിമിനൽ കൂട്ടായ്മയാണ് എന്നുള്ള നിലയ്ക്ക് അകറ്റി നിർത്തേണ്ട ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയല്ല SFI എന്ന് എനിക്കൊരു നിലപാടുണ്ട്. അവർ ചില രാഷ്ട്രീയ സമരങ്ങൾ ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അവർ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വലുതാണ്. അവരുടെ കൂടെ എന്താ പറയുക, കാവലിരിപ്പുകൾ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മാനേജ്മെൻറ്റുകളും ഒക്കെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ കുഴപ്പം പിടിച്ച് ചില നീക്കങ്ങളുമായി വരുമ്പോൾ ഇവരുടെ കാവലിരിപ്പ് കൂടി കൊണ്ടാണ് അതിൽ നിന്നെല്ലാം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ള പ്രശ്നം കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളിതിനെ വിലയിരുത്തണം. പക്ഷേ പ്രശ്നം ഈ പറയുന്ന കണക്ക് നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റി തന്നെ കണ്ടെത്തിയിരിക്കുന്നു, അടിമുടി ധാർഷ്ട്യവും അഹങ്കാരവുമാണ് തോൽവിയുടെ ഒരു കാരണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അടച്ച മുറിയിലിരുന്ന് 50 പേരോ 100 പേരോ ആയി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട പ്രശ്നമല്ല. അത് പൊതുജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന മനസ്സോടുകൂടി ഇത്തരം വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്കും മനോനിലയിലേക്കും എത്തിയില്ല എങ്കിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആളുകളുടെ അംഗീകാരം നേടിയെടുക്കുന്നതും ആളുകളുടെ പ്രീതി നേടിയെടുക്കുന്നതിലും ഒരു തിരിച്ചടി ഉണ്ടാകും. Meet the editors.